Good morning. Group members are Rishikesh, Sanu, Shahrul Hashim, Srijil, Vishnu Prasad, and Vaishnav. ഹലോ ഫ്രണ്ട്സ് എൻ്റെ ടോപ്പിക് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. അതിൻ്റെ ഡെഫിനിഷൻ ഇതാ ഞാൻ പറയാൻ പോകുന്നു. According to Spiegel, an index number is a statistical measure designed to show changes in a variable or a group of related variables with respect to time, geographical location, or other characteristics such as income, profession, etc. അതായത് ഈ ഇൻഡെക്സ് നമ്പറിൻ്റെ ഞാൻ മലയാളം വേർഷൻ ഒന്ന് പറഞ്ഞുതരാം കറക്റ്റായിട്ട്. അതായത് അക്കോർഡിംഗ് ടു സ്പീക്കർ, സമയം, ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അല്ലെങ്കിൽ വരുമാനം, തൊഴിൽ മുതലായവ എന്നിവയുടെ സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് ഒരു വേരിയബിളോ അതുമായി ബന്ധപ്പെട്ട വേരിയബിളുകളുടെ കൂട്ടത്തിലോ മാറ്റങ്ങൾ കാണിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സ്ഥിതിവിവര കണക്കാണ് ഇൻഡെക്സ് നമ്പർ. അത് കാര്യം പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ, അതായത് ഈ ടൈം, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ അല്ലെങ്കിൽ ജോബ്, പിന്നെ ഇവയുമായി ബന്ധപ്പെട്ട ഒരു വേരിയബിളിനാവില്ല അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേരിയബിളിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ ഡിസൈൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന സ്ഥിതിവിവര കണക്ക്. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ബോഡി ഇങ്ങനെയാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് ഒരു ഉദാഹരണം ഞാൻ കറക്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഓരോ പ്രദേശത്തും മഴ ലഭിക്കുന്നത് പല വിധത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ഓരോ പ്രാവശ്യം മഴ ലഭിക്കുന്ന എത്രയെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഉപയോഗിച്ച് പറ്റും. പിന്നെ ഓരോ ദേശത്തും മഴ ലഭിച്ചത് എത്രയെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ, അതിലുള്ള വ്യത്യാസങ്ങൾ അറിയാനും അത് നമുക്ക് ഉപയോഗിച്ച് ഇൻഡെക്സ് നമ്പേഴ്സ് ഇൻഡെക്സ് നമ്പേഴ്സ് നമ്മൾ എഴുതുന്നത് പെർസെൻറ്റേജിലാണ്. അത് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് പറഞ്ഞാൽ, കേരളത്തിലെ ഓരോ ജില്ലയിൽ ഇത്ര മഴ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ എത്ര ലഭിച്ചിട്ടുണ്ട്, പിന്നെ കണ്ണൂർ ജില്ല എത്ര ലഭിച്ചിട്ടുണ്ട് നോക്കും. അതായത് ഓരോ ജില്ലകളെ കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മുൻ കാലയളവിലുള്ളത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഈ പെർസെൻറ്റേജ്, ഈ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട്. ഇത് മറ്റുള്ള രണ്ട് തമ്മിലുള്ള കമ്പാരിസൺ ഷോ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതായി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് നമുക്ക് പരിചയപ്പെടാം. അതായത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. അതായത് ഇൻഡെക്സ് നമ്പറിൻ്റെ എക്സ്പ്രസ് ചെയ്യുന്ന പെർസെൻറ്റേജിലാണ്. പിന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ഇൻവോൾവ് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രഷറൈസ്ഡ് ആവറേജസ്, ദാറ്റ് ഈസ് it helps to compare the changes in the series which are expressed in different units. അതായത് പറയുന്നത് ഈ ഇൻഡെക്സ് നമ്പേഴ്സ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. അതായത് വിവിധ യൂണിറ്റുകളിൽ തന്നിട്ടുള്ള ശ്രേണികൾ, അതായത് വിവിധ ശ്രേണികൾ തമ്മിലുള്ള ഗ്രൂപ്പ് ഓഫ് വിവിധ യൂണിറ്റ്സിൽ തന്നിട്ടുള്ള ഈ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇത്ര കിലോയിൽ വന്നിട്ടുള്ള, ഇത്ര കിൻഡലിൽ വന്നിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ ഡിഫറെൻറ്റ് യൂണിറ്റ്സിൽ തന്നിട്ടുള്ള ഡാറ്റ അനലൈസ്, അതായത് ഡിഫറെൻറ്റ് യൂണിറ്റ്സിൽ തന്നിട്ടുള്ള ഡാറ്റ അനലൈസ് ചെയ്യാനും അവയെ കമ്പയർ ചെയ്യാനും ഈ ഇൻഡെക്സ് നമ്പേഴ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇൻഡെക്സ് നമ്പേഴ്സ് മെഷർ ചേഞ്ചസ് നോട്ട് കേപ്പബിൾ ഓഫ് ഡയറക്റ്റ് മെഷർ. നമുക്ക് നേരിട്ട് നടന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻഡെക്സ് നമ്പേഴ്സ് ആർ കാൽക്കുലേറ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് കമ്പാരിസൺ. ഇൻഡെക്സ് നമ്പേഴ്സ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പാരിസണിലൂടെ കണ്ടുപിടിക്കുക. അതായത് വ്യത്യസ്ത രണ്ട് കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് അതിൻ്റെ എന്നിട്ട് ഡാറ്റ ഉപയോഗിക്കണം. അതായത് വിവിധ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട്, അതായത് കമ്പാരിസൺ മെയിൻലി ഓൺ ദ പീരീഡ് ഓഫ് ടൈം, കാറ്റഗറീസ്, ജിയോഗ്രഫിക്കൽ ഏരിയ. അതായത് ഓരോന്നിനും ബേസ് ചെയ്തിട്ട് കമ്പയർ ചെയ്യുക ഓരോ കാര്യങ്ങൾ. അതായത് ടൈമിനെ ആയാലും കാറ്റഗറി ആയാലും ജിയോഗ്രഫിക്കൽ ഏരിയ ആയാലും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ പ്രദേശത്തും കിട്ടുന്ന മഴയുടെ അളവ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ കമ്പയർ ചെയ്യാൻ ഇൻഡെക്സ് നമ്പേഴ്സ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്.
Here we are going to discuss the types of index numbers. Index numbers are classified into three: price index number, quantity index number, and value index number. First one, price index number. Price index is used to measure the value of money at a certain time with the prices of a base period. Price index number include wholesale price index numbers and retail price index numbers. The wholesale price index number reveals the changes in general price level of a country, whereas the retail price index number reveals the changes in retail price of commodities. പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ലെവലിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ റിവീൽ ചെയ്യുന്നതാണ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ. പ്രൈസ് ഇൻഡെക്സ് നമ്പർ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം: ഹോൾസെയിൽ പ്രൈസ് ആൻഡ് റീറ്റെയിൽ പ്രൈസ്. ഹോൾസെയിൽ പ്രൈസ് എന്ന് വെച്ചാൽ ഹോൾസെയിൽ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതായത് ലാർജ് കമ്മോഡിറ്റീസ് ഓഫ് പ്രൊഡക്റ്റിലുണ്ടാകുന്ന ചേഞ്ചാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്നും. പിന്നെ റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്താണെന്ന് വെച്ചാൽ റീറ്റെയിൽ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ്, അതായത് കമ്മോഡിറ്റിയുടെ റീറ്റെയിൽ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചിനാണ് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ. Quantity index number is helpful to study the output of an economy. It reveals the changes in the volume of goods produced or consumed. It helps to study the output of economy. എക്കണോമിയുടെ ഔട്ട്പുട്ട് സ്റ്റഡി ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഫിസിക്കൽ വോളിയത്തിൽ ഉണ്ടാകുന്ന ഗുഡ്സിൻ്റെ ചേഞ്ചിനെ അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ. നെക്സ്റ്റ് വൺ, വാല്യൂ ഇൻഡെക്സ് നമ്പർ. Value index numbers compare the total value of a particular period with reference to the total value of base period. Total value is arrived at by multiplying together the price of commodity and the quantity consumed. So value index number is value of commodity is the product of price and quantity. ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസും അതിൻ്റെ ക്വാണ്ടിറ്റിയുമാണ്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വാല്യൂ ഇൻഡെക്സ് നമ്പർ മെത്തേഡ്. നെക്സ്റ്റ് വൺ ഈസ് ഫോർ notation. For calculating index numbers, two time periods are taken for comparison. The year which is used as basis for comparison is called base year and the other is treated as current year. നമുക്ക് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ പറയുക, വി ഹാവ് ടു ടേക്ക് two years. The first one is base year and other is current year. ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് ഇയർ എടുക്കണം. ഒന്ന് ബേസ് ഇയറും ഒന്ന് കറണ്ട് ഇയർ ആണ്. ഇയർ വിച്ച് ഈസ് യൂസ്ഡ് ആസ് ബേസിസ് ഈസ് ഫോർ കമ്പാരിസൺ ഈസ് ബേസ് ഇയർ ആൻഡ് അതർ ഈസ് കറണ്ട് ഇയർ. പിന്നെ ദ പ്രൈസ് ഓഫ് ദ ബേസ് ഇയർ ഈസ് P0, അതായത് ബേസ് ഇയറിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ P0യും അതുപോലെ കറണ്ട് ഇയറിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ P1ഉം. പിന്നെ ക്വാണ്ടിറ്റി ഓഫ് ബേസ് ഇയർ Q0 and the quantity of current year Q1. Okay, thank you. Problems in construction of index numbers. Various problems are to be faced while constructing index numbers. In order to get correct result, due care should be given while solving such problems. The first point is definition of the purpose. Each and every method of index number has its own advantage as well as limitation. Selection of suitable method for constructing index numbers depends upon the availability of data and purpose for which it is used. Therefore, it is important to know what is to be measured and the purpose of which these measures are to be used. Different purposes have different index number, and one index number doesn't suit for the multiple purposes. Hence, the purpose should be fixed beforehand. Point number 2, selection of base period. The base year selected for constructing index number should be normal. That is, it should be free from all sorts of abnormalities or irregular fluctuations like war, famine, earthquakes, flood, tsunami, etc. Selection of base period. The base year is the data of which year it is compared with the present data. It should be selected carefully. Third point, selection of items. Collection of data is the main problem in constructing index number, as there is a variety of goods and prices. The number of items to be included in the index should be neither too small nor too large. If the number of commodities is too large, a choice of some representative item is to be made. On the other hand, inclusion of too few items
would make the index number unrepresentative of the whole. Therefore, the selection of commodities should be done carefully so as to ensure that they are representative in character. Presence of large number of items makes it difficult to make their selection. If too small or too large, the index number becomes useless. Hence, the selection has to be done carefully. Selection of relevant data from reliable sources. The accuracy of data is very important for correct estimation. At this stage, one has to face the problem of getting the reliable data in time in the prescribed format. Due care should be taken to get reliable data from authentic sources. Collection of relevant data is a step that has to be stressed on. Reliable data from authentic sources is always preferred. Data related to price and quantity. The prices of commodities vary from place to place. Consumption pattern of different people in different places are also different. Therefore, due importance should be given to the representative places and the person. Accuracy of index number depends upon the relevance of data and quantity and price collected from the purpose. So collection of data have to be done appropriately. Choice of price. The same commodity may have different kinds of price as wholesale price, retail price, MRP, etc. The selection of price depends upon the purpose of constructing index number. The problem that arises in selection of price is the presence of different kinds of prices for the same commodity. So the purpose of index number have to be evaluated before selecting the price. Choice of an average. If there are a large number of commodities, average prices are to be taken for calculation. Selection of suitable average also depends upon the purpose of constructing index number. In case of large number of commodities, average should be taken for calculation. Normally, arithmetic mean is preferred. Choice of weight. All the commodities taken into account are not having equal importance. Therefore, suitable weights are to be assigned to the commodities according to their importance. So, here more important items should be given more weight and the less important should be given less weight. Assigning weight is necessary to make the index number free from bias. Weightage. Weightage is providing weight to commodities depending upon its importance. That is, weightage of rice in South India is more than that of wheat. Choice of suitable formula for construction. There are several methods used for construction of index numbers. The most suitable method is to be selected by considering the availability of data and purpose of constructing such index number. Formula should be selected considering the availability of data and the purpose of the index number. Thank you. ഇൻഡെക്സ് നമ്പറിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ യൂസ് പറഞ്ഞാൽ ടു ഡു എ ബെറ്റർ കമ്പാരിസൺ. അതെന്ന് വെച്ചാൽ നമുക്കത് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ രണ്ടാമത്തത് ടു മെഷർ ദ റിലേറ്റീവ് ചേഞ്ചസ്. എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ വന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയും. മൂന്നാമത്തത് ടു നോ ദ ട്രെൻഡ്സ് ആൻഡ് ടെൻഡൻസീസ്. പുതുതായി വന്ന മാറ്റങ്ങൾ അതിനോട് അനുബന്ധിച്ച് അതിന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളും. ടു മെഷർ ദ പർച്ചേസിങ് പവർ ഓഫ് മണി. നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങി അതിൻ്റെ കാശ് പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ടു വാലുവേറ്റ് ദ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമ്മുടെ ജീവിത നിലവാരത്തിലെ പുരോഗതികൾ നമുക്ക് വിലയിരുത്താൻ കഴിയും. അടുത്തത് ടു വാലുവേറ്റ് ദ സഫിഷ്യൻസി ഓഫ് വേജസ് പെയ്ഡ്. നമ്മളിപ്പോൾ നൽകിയ വേതനത്തിന്, അതായത് ശമ്പളത്തിന് പര്യാപ്ത വിലയിരുത്തൽ നടത്താൻ പറ്റും. അടുത്ത് ടു ഫ്രെയിം സ്യൂട്ടബിൾ പോളിസീസ് ഫോർ ദി മാനേജ്മെൻറ്റിന് അനുയോജ്യമായ നയങ്ങൾ രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ രൂപപ്പെടുത്താൻ സാധിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ.